വലത്തുകാരി വെച്ച് കയറുമോളെ. മോളെ മോളെ എന്താ? ഇത് സുകുമാരന്റെ അമ്മയാണ്. മോളെ, സുകുമാരന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് ഈ കത്തും വളയും അവരെന്നെ ഏൽപ്പിച്ചതാണ്, അവരുടെ ഭാവി മരുമകൾക്ക് വേണ്ടി. കുറച്ചു വായിക്കുമോളെ. മകളെ, നിങ്ങളുടെ വിവാഹം കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയാൽ ഈ വാക്കുകൾ എല്ലാ മംഗളങ്ങൾക്കും വേണ്ടിയുള്ള അനുഗ്രഹമായി കണക്കാക്കുക. ഈ കൊച്ചു വളകൾ നീ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞിന് ഉള്ളതാണ്. എനിക്ക് വേണ്ടി നീ ഇവ ആ പിഞ്ചു കൈകളിൽ അണിയിക്കണം എന്ന് സ്വന്തം അമ്മ. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെയോ? അതെ. എന്നെ ആയിരിക്കില്ല. ഐ എം സോറി. ഇതും കൂടെ കൊണ്ടുവരികയാണ്? അതെ, പോകുന്നിടത്തെല്ലാം ഞാനത് കൂടെ കൊണ്ടുപോകും. രക്ഷ എഴുതി കിട്ടുന്നതിന് വരല്ലേ? അങ്ങനെ തന്നെ വെച്ചോ. വെരി ഗുഡ്. ഭർത്തൃഗ്രഹത്തിൽ കാലുകുത്തിയ ശേഷം ആദ്യമായി പുറത്തേക്ക് പോവല്ലേ? ഭർത്താവ് വല്ല അപകടവും കാണിച്ചാൽ രക്ഷപ്പെടാനായിരിക്കില്ലേ? അതല്ല, പോകുന്നിടത്തെല്ലാം അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് കരുതിയ. മോളെ, തിരിങ്കാരെടുത്തോ? വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം അമ്മായി. അമ്മായി പോയി പൂജ നടത്തിക്കോളൂ. നിങ്ങൾ പോകുന്നെന്നറിഞ്ഞ നിമിഷം തൊട്ട് പൂജിക്കാൻ പോലും ഏകാഗ്രത കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളങ്ങ് കാശിക്ക് പോവല്ലേ? അമ്മായി കൂടിപ്പോയോ? ഇത് ഇരണിയിൽ നിന്നും വാങ്ങിച്ചതാ. ഒറിജിനൽ കസവാ. ഇത് അവിടെ കിട്ടൂ. ഇതിനൊക്കെ ഒരുപാട് വിലയായിരിക്കുമല്ലോ. ഇത് അച്ഛനൊരു കസവനീരുതാ. ഡേ, ആ ബുക്ക് എവിടെ? വരൂ, വന്നിട്ട് അച്ഛനെ കണ്ടില്ല. നീ മുമ്പേ പോയിക്കോ, എനിക്ക് സുകുമാരനോട് അല്പം സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോ ഭാരതി കുഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോഴായിരിക്കും ആകെ ഒരു ബഹളം. അച്ഛാ, നീ എപ്പോ വന്നു മോളെ? അച്ഛൻ അറിഞ്ഞില്ലല്ലോ. അല്ല, സുഖ എവിടെ? അമ്മ അറസ്റ്റ് ചെയ്ത് താഴെ നിർത്തിയിരിക്കുന്നു. ഗോഡ് സേവ് ദ കിങ്.
ഇതാ, ഇത് ഞാൻ അച്ഛന് വാങ്ങിച്ചതാ. ഇത് അദ്ദേഹത്തിന്റെ സമ്മാനം. ദി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ഗുഡ്. പക്ഷേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് നിനക്കറിയുമോ? നിന്റെ പുഞ്ചിരി. അച്ഛൻ ഇത് തുറന്നു നോക്കുന്ന പോലും ഇല്ലല്ലോ. നിനക്ക് സുഖാണോ മോളെ? അതെ. ആ, അച്ഛന് ഇതിൽ പര എന്തു വേണം? അമ്പലത്തിൽ പോവാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാശുണ്ടാക്കി ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം? ശമ്പളം മാത്രമേ ഉള്ളൂ വരവ്. അവളെ ദൂർത്തടിക്കാൻ സമ്മതിക്കരുത്. വരവ് കുറവായിരിക്കും, പക്ഷെ വേണ്ടതൊക്കെ ചെയ്യണമല്ലോ. ആ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. മാസത്തിന്റെ ആദ്യം ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കണം. അതിനപ്പുറം ചെലവാക്കരുത്. ഇതൊക്കെ അർച്ചനോട് പറയുന്നതാണ് നല്ലത്. സാധാരണ അമ്മമാർ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ചുമതലകളെല്ലാം കഴിഞ്ഞു എന്ന് കരുതും. പക്ഷെ ഞാൻ നേരെ മറിച്ച. അതിനിപ്പോ എന്തുണ്ടായി അമ്മേ? ഞാൻ സുഖുവിനോട് പറയായിരുന്നു, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് വേണം ചെലവ് ചെയ്യാനെന്ന്. എനിക്ക് അല്പം പണിയുണ്ട്, അത് കഴിച്ചിട്ട് വരാം. മടങ്ങി വരുമ്പോ നിന്നെയും കൂട്ടാം. ആ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. അമ്മായിക്ക് ഇഷ്ടാവോന്ന് അറിഞ്ഞില്ല. ഇവളുടെ പഠിത്തം തുടരണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അർച്ചനയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അമ്മായിക്കൊരു എതിർപ്പം ഉണ്ടാകില്ല. അമ്മ സംസാരിക്കാൻ തുടങ്ങി അത്ര തന്നെ. ഊണ് കഴിച്ചു പോകാന്ന് പോലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. പുറകെ വിളിക്കാൻ പാടില്ല മോളെ. ഏതായാലും തിരിച്ചു വരുമല്ലോ. നീ എന്താ വല്ലായിരിക്കുന്നു? ഇതൊക്കെ പിന്നെ പറയാമായിരുന്നില്ലേ അമ്മേ? ഇതെന്താ? അമ്മ എന്തുമാത്രം നിർബന്ധിച്ചു. ഒരു ദിവസം അവിടെ കഴിയാമായിരുന്നില്ലേ? ഈ കൊച്ചു മുറിയിലിരിക്കുമ്പോഴാണ് നീയുമായുള്ള അടുപ്പത്തെ പറ്റി ഞാൻ ബോധവാനാകുന്നത്. മതി. ഒറ്റയ്ക്കിരിക്കുമ്പോഴേ സാറിന് സാഹിത്യം വരും. മനുഷ്യന്റെ മുമ്പിൽ നാം അനങ്ങില്ല. വരട്ടെ, എന്നെയും കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? അപ്പൊ കാണാം. നിന്റെ അമ്മ നിന്നെ ഒരു വലിയ പണക്കാരൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കും. നീ എന്നെ വിവാഹം ചെയ്താൽ അവർക്ക്. എന്റെ ഈശ്വര, അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അമ്മായി പറഞ്ഞ് ഞാനും അറിഞ്ഞു. നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയെ വിവാഹം കഴിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നെന്ന്. നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാണല്ലോ ഞാൻ വിവാഹം ചെയ്ത്. മതി മതി. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോ നിനക്ക് ബോധ്യമാവും. എല്ലാവർക്കും എന്നോട് അസൂയായിരിക്കും. ചെത്ത കൊമ്പിൽ പിടിച്ച് കയറ്റണ്ട. ആഹാ, എന്താ പറഞ്ഞത്? മോൾക്ക് അവന്റെ ദേഷ്യം അറിയില്ലല്ലോ. ചോറിലെങ്ങാനും ഒരു കല്ല് കിടന്നാ മതി, അപ്പൊ ഊണ് മതിയാക്കി എണീറ്റ് പോകും. ഞാൻ ചോദിക്കും, ഇങ്ങനെ ചുണ്ടിയായാലും എങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന്. എന്താ അമ്മവ? എന്താ വിശേഷം? കുഞ്ഞ് എന്താ അവിടെ ചെയ്തോണ്ടിരുന്നത്? അരിയുന്ന കല്ല് പുറക്കായിരുന്നു. അങ്ങനെ വേണം കുഞ്ഞെ പെൺകുട്ടികളായാൽ. വീട്ടിൽ എന്തൊക്കെയാ വിശേഷം എന്നാണ് നായരെ? വിശേഷം ഇവിടെ അല്ലേ? പുസ്തകം വായനയും റേഡിയോ പാട്ട് കേൾപ്പും സിനിമ കാണുകയായിട്ട് കഴിഞ്ഞ ആളുകള് അരിയിലെ കല്ല് പറക്കണു. ഇവിടെ ഞാനും വേലക്കാരിയുമുണ്ട്. പരിചയമില്ലാത്തൊന്നും വേണ്ടെന്ന് എത്ര പ്രാവശ്യമാ പറയുക. നല്ല കാര്യം. പെൺകുട്ടികളായാൽ അല്പസ്വല്പം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം, എങ്കിലേ വീട്ടമ്മയാവൂ. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അമ്മവ. ആ, അമ്മ ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ? ഓ, വിശേഷമൊന്നുമില്ല. നാളെ ഇളയച്ചനും ഇളയമ്മയും സ്റ്റേറ്റ്സിന് വരുന്നു. വീട്ടിലേക്ക് ചെല്ലണമെന്ന കത്ത്. അതിനെന്താ, പോകാമല്ലോ. വരാന്ന് പറഞ്ഞേക്കൂ. ആ, അദ്ദേഹം കുളിക്കുക. ഒന്ന് കണ്ടിട്ട് പോണോന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചെന്നിട്ടും കാര്യമുണ്ട്. വന്നിട്ടൊന്നും തന്നില്ല. ഓ, ഒന്നും വേണ്ട, എപ്പ വേണമെങ്കിൽ ആവാലോ. ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്നാ പറഞ്ഞേച്ചതേ. അടുത്ത തവണ വരുമ്പോ അർച്ചനക്കുച്ച ഉണ്ടാക്കി വെച്ച ചോറും കറിയും ഒക്കെ കഴിച്ചോണ്ട് പോക്കോളാം. എന്നിട്ട് ഉപ്പും മുളകും ഇല്ലാന്ന് പറഞ്ഞ് കളിയാക്കാൻ. ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും അസലായി നാണുന്നാര് പറഞ്ഞേക്കാം. എന്നാ ഞാൻ വരട്ടെ. അമ്മച്ചി താക്കോലിതാ തിണ്ണയിൽ വെച്ച് മറന്നു. എനിക്കിപ്പോ ഓർമ്മയെന്ന് പറയുന്നതേ ഇല്ല. ഈ താക്കോല് മോള് തന്നെ വെച്ചോ. ഞാനോ? അതെ, ഇത് സുകുമാരന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച താക്കോല.
ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചു. ഇനി വയ്യ. അത് പറ്റില്ല. ഇത് അമ്മയുടെ കൈ തന്നെ ഇരുന്നാ മതി. അർച്ചനെ, അയ്യോ, കുളി കഴിഞ്ഞു വന്നോ? ദാ വരുന്നു. കുളി കഴിഞ്ഞെത്തിയിട്ട് നേരെ എത്രയെന്നറിയോ? എന്താ വിളിച്ചത്? കോളേജ് പോയി നേരമായി. ഡ്രസ് ചെയ്യണ്ടേ? ഒരു ഷർട്ടും പാന്റും തനിച്ചെടുത്തിട്ടൂടെ? മനസ്സില്ല. വേഗം ഇടൂ. ഒരു നിമിഷം, ബട്ടൺ പോയി, ഞാൻ തയ്ച്ചത്. എന്റെ നെഞ്ചൊന്നും കുത്തി കയറരുത്. എന്നാൽ എനിക്കല്ലേ നോവുക? അതിനകത്തിരിക്കുന്ന ഞാനല്ലേ? എന്തായിരുന്നു ഡിസ്കഷൻ? ഇവിടെ മറ്റെന്താ ഡിസ്കഷൻ? എല്ലാം ഗൃഹനാഥനെ പറ്റി തന്നെ. എന്താ അമ്മായി വല്ലതും പറഞ്ഞു? പറഞ്ഞു, കുഞ്ഞുമോന് ഭയങ്കര തലക്കനമാണെന്ന്. എന്താ അങ്ങനെ പറയാ? എന്താ പറഞ്ഞാൽ കാര്യസത്യമല്ലേ? എനിക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ എനിക്ക് സ്വന്തമായി തലക്കന മാത്രമേ ഉള്ളൂ എന്ന്? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ എന്താ കേൾക്കായിരുന്നു? കോളേജിൽ നിന്ന് എപ്പം മടങ്ങി വരും? ഏതാണ്ട് 7 മണിക്ക്. 7 മണിക്ക്? ഇതാ ശരിയല്ലെന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറയും. എത്ര മണിവരെ ക്ലാസ് ഉണ്ട്? നീ തന്നെ പറഞ്ഞേക്ക്. ഇതാ തലക്കനമെന്ന് പറഞ്ഞത്. ശരി, 5 മണി വരെ. ഓക്കെ, ശരി, 5 മണി വരെ. ഇനി ഈ എഴുത്തൊന്ന് വായിച്ചു നോക്ക്. ഇതിനാണോ? പോയിക്കോളൂ. ഞാൻ തനിച്ചു പോവാനോ? ആരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനും ഉപദേശിക്കാനും വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. ബോറാണ്. വേണ്ട, സഹിക്കണ്ട. കണ്ടോ, മണി 7 കഴിഞ്ഞു. അർച്ചനയും ഭർത്താവും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മറ്റുള്ളവരോട് എന്ത് പറയും? അവര് വരും. ആ വീട്ടിൽ അവൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അവളുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആ അമ്മായി സമ്മതിക്കുമില്ല. അടിച്ചു വാരാനും കഴുവാനും അരി വെക്കാനും ആള് വേണ്ടേ? ഇതൊക്കെ ആ കിഴവി എന്റെ മോളെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങോട്ട് അയച്ചാൽ വീട്ടു ജോലിക്ക് ആള് വേണ്ടേ? നീ ആവശ്യമില്ലാതെ എന്തിനാ ക്ഷോഭിക്കുന്നത്? ആവശ്യമില്ലാതെയോ? അറിഞ്ഞുകൊണ്ട് നടുക്കായിൽ വലിച്ചെറിഞ്ഞ ആളിന് ഇതും പറയാം, ഇതിനപ്പുറവും പറയാം. അനിയത്തിയുടെ മോളെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി. നിങ്ങളുടെ മോള് അടുക്കളയിൽ തീ കൂടി കഴിയുന്നു. വന്നോ? എത്ര നേരാഴ്ച കാത്തിരിക്കുന്നു അറിയാമോ? ഇതെന്റെ അനിയത്തിന്റെ ഭർത്താവ്, അതെന്റെ അനിയത്തി. സുഖു വളരെ ബിസിയാണ്. പ്രിൻസിപ്പാളിന്റെ ജോലിയും കൂടെ സുഖു വേണം ചെയ്യാൻ. അതാ ലേറ്റായത്. ആയതുകൊണ്ട് വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വെക്കേഷന് ഞാൻ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇവർക്ക് ഒരേ നിർബന്ധം, അർച്ചനയുടെ ഭർത്താവിനെ കാണണം. ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത മകളാണ് അർച്ചന. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. തീയതി എഴുതി തീരുന്നത് വരെ ചുമതലയുള്ള ജോലി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ലക്ഷ്യബോധമുള്ളവർ അങ്ങനെ ചെയ്യൂ. എനിവേ ഐ എം സോ ഹാപ്പി ദാറ്റ് അർച്ചന ഈസ് ലക്കി ടു ഗെറ്റ് എ ബോയ് ലൈക്ക് യു. ഏതായാലും ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് കൂടി വിസിറ്റ് ചെയ്യണം. അർച്ചനയെ കൂടി കൂട്ടിക്കൊണ്ടുവരണം. I'll be proud to introduce you to my friends there and you'll have a nice time. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇംഗ്ലണ്ടിൽ പോകാമെന്ന് സമ്മതിച്ചത് തന്നെ. എത്ര നാളായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർ ക്ഷണിക്കുന്നു എന്നറിയാമോ? എക്സ്ക്യൂസ് മീ, എനിക്ക് ലൈബ്രറി വരെ പോകണം, അല്ലെ ക്ലോസ് ചെയ്ത് പോകും. ഞാൻ പറഞ്ഞില്ലേ, തീസീസ് എന്ന് പറഞ്ഞ ഒരു വിചാരമേ ഉള്ളൂ, മറ്റൊരു വിചാരമില്ല. ലൈബ്രറിയിൽ ഒറ്റ പുസ്തകം ബാക്കിയില്ല. ഇപ്പൊ പുതിയ പുസ്തകമല്ലേ വന്നിരിക്കാതാ പോയത്. ഇക്കാലത്ത് ഇത്രയും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജെന്റിൽമാനെ കിട്ടിയത് ചെറിയ ലക്ക്. അല്ലാതുള്ളവരെ ഞാൻ സെലക്ട് ചെയ്യും. ഹീസ് മൈ സെലക്ഷൻ. അമ്മയുടെ സ്വഭാവം അറിയാം. അതിന് മറ്റുള്ളവരുടെ മുമ്പ് ചെന്നൈ എന്തിനാ അവമാനിക്കുന്നു? ഇനി അതിനുള്ള ഇടവരുത്തിയില്ല. ആ വീട്ടിലേക്ക് നീ കാലുകുത്തിയാലല്ലേ? അതിനിപ്പോ എന്തുണ്ടായി? എന്നെ പോലെ ഒരു പാവപ്പെട്ട വാദ്യാരുടെ കൂടെ ഇറങ്ങി പോരാൻ നിന്നെയോ മോളെ പറഞ്ഞേക്കാൻ നിന്റെ അമ്മയോ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇത്ര ശോഭിക്കാൻ ഇപ്പൊ എന്തുണ്ടായി? അമ്മയുടെ ആഗ്രഹം ഉറക്കെ പറഞ്ഞൊന്നും നടക്കാൻ പാടില്ലാത്ത അല്ലല്ലോ. ആഗ്രഹം ഉറക്കെ പറഞ്ഞല്ല, എന്റെ കുറവുകൾ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ
അമ്മായി പറഞ്ഞു ശരിയാണ്. അമ്മ എന്ത് പറഞ്ഞു? ദേഷ്യം വന്നാൽ നിങ്ങൾ മറ്റൊരു മനുഷ്യനാവുമെന്ന്. ആയിരിക്കും. എവിടെ പോന്നു? വല്ലാത്ത ചൂട്, അല്പ കാറ്റ് കൊള്ളാൻ.